വെൽക്കം ബാക്ക് ടു സി എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. മോർഫോളജി ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലാർ ആണ്, ഫ്രീ ലിവിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് മൈക്രോ ഓർഗാനിസംസ് ആണ്, കപ്പാബിൾ ഓഫ് പെർഫോമിങ് ഓൾ ദ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ്. ഇത് കൂടാതെ ഇവ DNA-യും RNA-യും ഇത് പൊസസ് ചെയ്യുന്നുണ്ട്. ദേ പൊസസ് ബോത്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ് RNA. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. അവയിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടില്ല. ദേ ഒക്കർ ഇൻ വാട്ടർ, അത് വാട്ടറിലും സോയിലിലും എയറിലും ഫുഡിലും ആൻഡ് ഓൾ ദ നാച്ചുറൽ എൻവറോൺമെൻറ്റിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് ഒരു എക്സ്ട്രീം ടെമ്പറേച്ചർ, pH, അതുപോലെ ഓക്സിജൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിനെല്ലാം സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സൈസ് ഓഫ് ബാക്ടീരിയ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് മൈക്രോമീറ്ററിലാണ് ആൻഡ് വൈറസിൻ്റെ സൈസ് ആണെങ്കിൽ അത് നാനോമീറ്ററിലാണ് പറയുന്നത്. ഈ ബാക്ടീരിയ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. വൈറസുകളാണെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ടു സീ ദ മൈക്രോ ഓർഗാനിസം, അതായത് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയകളുടെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഈ ബാക്ടീരിയകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ആസ് ഫോളോസ്: കോക്കൈ, ബാസിലൈ, വിബ്രിയോ, സ്പൈറില്ല, സ്പൈറോക്കേറ്റ്, ആക്ടിനോമൈസിസ്, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെല്ലുലാർ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിങ്ങോ അത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പ്ലെയിൻ ഓഫ് സെല്ലുലാർ ഡിവിഷന് അക്കോർഡിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ കോക്കൈനെ നമുക്ക് കോക്കൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ പെയേഴ്സ് ആയിട്ടാണെങ്കിൽ അതിനെ ഡിപ്ലോകോക്കി എന്ന് പറയുന്നു, ചെയിൻ ആയിട്ടാണെങ്കിൽ അതിനെ സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്നു, ഗ്രൂപ്പ്സ് ഓഫ് 4 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെട്രാഡ് എന്ന് പറയുന്നു, 8 ആണെന്നുണ്ടെങ്കിൽ സാസീന എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് ലൈക്ക് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് മുന്തിരിക്കുല പോലെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റഫൈലോകോക്കൈ എന്ന് പറയുന്നു. കൊക്കൈ എന്താ നോക്കാം. കൊക്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ സ്മോൾ ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഓവൽ സെൽസ് ആണ്. ഇപ്പോൾ ഗ്രീക്കിൽ കൊക്കൂസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ബെറി എന്നാണ്. ഇപ്പോൾ എക്സാമ്പിൾ മൈക്രോ കോക്കസ്. ദെൻ ഇതിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് കോക്കൈ എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടാണ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് മോണോകോക്കൈ എന്ന് പറയാം. പല അതിൽ വരുന്ന എക്സാമ്പിൾ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മോണോകോക്കസ് സ്പീഷീസുകളാണ്. ദെൻ ഡിപ്ലോകോക്കൈ എന്ന് പറയുമ്പോൾ അത് പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയം. ഈ സ്റ്റഫൈലോകോക്കൈ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ദെൻ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുമ്പോൾ അത് ചെയിൻസ് പോലെയാണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഇനി ടെട്രാഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് 4 ആയിട്ടാണ് അത് കോക്കൈ കാണപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ മൈക്രോകോക്കസ് സ്പീഷീസുകളാണ്. ദെൻ സാസീന എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് 8 ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. മോണോകോക്കസ് സിംഗിൾ ആയിരിക്കും, ഡിപ്ലോകോക്കസ് അത് പെയറാണ്, ടെട്രാകോക്കസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയുമ്പോൾ അതിൽ 4 ഇതാണ് വരുന്നത്. സാസീന പറയുമ്പോൾ 8 ആയിരിക്കും. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുമ്പോൾ അത് ചെയിൻസ് പോലെ ആയിരിക്കും. സ്റ്റഫൈലോകോക്കസ് ആണെങ്കിൽ അത് ഒരു ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആണ് കാണിക്കുന്നത്. ദെൻ ബാസിലൈ. നെക്സ്റ്റ് ബാസിലൈ ആണ്. അപ്പോൾ ബാസിലൈയിൽ വരുന്നത് ഇതൊരു റോഡ് ഷേപ്പ്ഡായിട്ടുള്ള സെൽസുകളായിരിക്കും. ഇതിൽ എക്സാമ്പിൾ വരുന്നത് ബാസിലസ് ആന്ത്രാസിസ്, ഈക്കോളൈ, ക്ലബ്സിയല്ല എക്സെട്ര ഇവയൊക്കെയാണ് വരുന്നത്. ദെൻ ഈ ഒരു ഇത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ബാസിലസ് എന്നാണ്. അതിൻ്റെ മീനിങ് വരുന്നത് സ്റ്റിക്ക് എന്നാണ്. ചില ബാസിലൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് ഓഫ് ദ സെൽ മേ ഈക്വൽ ടു ദ വിഡ്ത്ത്, അതിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. സച്ച് ബാസിലറി ഫോംസ്, അത്തരത്തിലുള്ള ഒരു ബാസിലറി ഫോംസിനെയാണ് കൊക്കോ ബാസിലൈ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ബ്രാസില. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ തന്നിട്ടുണ്ട്. കോക്കസ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പാണ്. കൊക്കോ ബാസിലസ് എന്ന് പറയുമ്പോൾ ഒരു ഓവൽ ആയിട്ടുള്ളതായിരിക്കും. ദെൻ വിബ്രിയോ, ബാസിലസ്, സ്പൈറോക്കേറ്റ്, സ്പൈറിലം, ഇതിൻ്റെയൊക്കെ നമ്മൾ ഇമേജാണ് തന്നിരിക്കുന്നത്. ദെൻ വിബ്രിയോസ് എന്ന് പറയുമ്പോൾ ഇതൊരു കോമ ഷേപ്പിലായിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള റോഡ്സ് ആയിരിക്കും. എക്സാമ്പിളാണ് വിബ്രിയോ കോളറെ. ദെൻ സ്പൈറില എന്ന് പറയുമ്പോൾ ദേ ആർ ലോങ്ങർ ആയിട്ടുള്ള ഒരു റിജിഡ് റോഡ് വിത്ത് സെവറൽ കേർവ്സ് ഓർ കോയിൽ, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അവയ്ക്കൊരു
ഹെലിക്കൽ ഷേപ്പാണ് ഉണ്ടായിരിക്കുക ആൻഡ് അതിനൊരു റിജിഡ് ബോഡി കൂടി ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് വരുന്നത് സ്പൈറലം റുപ്രിയമാണ്. ദെൻ സ്പൈറോഗൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഫ്ലെക്സിയസ് ആയിട്ടുള്ള ഒരു സ്പൈറൽ ഫോംസ് ആയിരിക്കും ഈ ഒരു സ്പൈറോഗൈറ്റ്സിന് ഉണ്ടായിരിക്കുക. ഇവ റിലേറ്റീവ്ലി ലോങ്ങർ ആയിരിക്കും, സ്ലെൻഡർ ആണ്, നോൺ ബ്രാഞ്ചഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്, ഓഫ് സ്പൈറൽ ഷേപ്പ് ആയിരിക്കും, ഹാവിങ് സെവറൽ കോയിൽസ്. എക്സാമ്പിൾ ആണ് ലെപ്റ്റോസ്പൈറ, ട്രെപ്പനോമ അല്ലെങ്കിൽ ട്രെപ്പോണീമ. ദെൻ ഷേപ്പ് ഓഫ് സ്പൈറൽ ബാക്ടീരിയയാണ് കാണിക്കുന്നത്, വിബ്രിയോ, സ്പൈറലം, സ്പൈറോക്കേറ്റ്, ആക്ടിനോമൈസെറ്റ്സ്. അപ്പോൾ ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പിന് കാരണമാവുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ റിജിഡ് സെൽ വോൾ. അതിലൊരു റിജിഡ് ആയിട്ടുള്ളൊരു സെൽ വോൾ ഉള്ളത് കൊണ്ടാണ് അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരുന്നത്. എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോമൈസസ്. ഇവയ്ക്കൊരു ദേ ആർ ബ്രാഞ്ചിങ് ഫിലമെൻറ്റസ് ബാക്ടീരിയ ആയിരിക്കും ഇത്. മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മ എന്ന് പറയുമ്പോൾ സെൽ വോൾ ഡെഫിഷ്യൻറ്റ് ബാക്ടീരിയകളാണ്, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മോർഫോളജി ഉണ്ടായിരിക്കില്ല. ദേ ഒക്കർ ആസ് റൗണ്ട് ഓർ ഓവൽ ബോഡീസ് ആയിട്ടാണ് ഇവ കാണപ്പെടുന്നത് വിത്ത് ഇൻ്റർലേസിങ് ഫിലമെൻറ്റ്സ്. പിന്നെ ഇവ ഹൈലി പ്ലിയോമോർഫിക് ആണ്, ഇൻഡെഫിനിറ്റ് ഷേപ്പാണ് ഇവയ്ക്ക് ഉള്ളത്. എക്സാമ്പിളാണ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ചൈനീസ് ലെറ്റർ പാറ്റേൺ ഉള്ള ബാക്ടീരിയാസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിളാണ് കൊർണി ബാക്ടീരിയ, ഡിഫ്തീരിയ. നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ അവയ്ക്ക് ആവശ്യമുള്ള ഓക്സിജൻ അനുസരിച്ചിട്ട് ഈ ബാക്ടീരിയനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എയ്റോബ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ടീരിയകൾക്ക്, എയ്റോബ് ബാക്ടീരിയകൾക്ക് ഓക്സിജൻ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കും. ഈ ഒബ്ലിഗേറ്റ് എയ്റോബ്സ് ആണെങ്കിൽ ഇത്തരം ബാക്ടീരിയകൾക്ക് അതിന് ഒരിക്കലും ഈ ഒരു ഓക്സിജൻ ഇല്ലാതെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. എക്സാമ്പിളാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആൻഡ് വിബ്രിയോ കോളറെ. ഇനി ഒബ്ലിഗേറ്റ് അനേറോബ്സുകളാണെങ്കിൽ അവയ്ക്ക് ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. സോ ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഗ്രോ ഇൻ ആബ്സെൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ. എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം, പിന്നെ ബാക്ടീരിയോയിഡ്സ്. ദേ വിൽ ഡൈ ഓൺ എക്സ്പോഷർ ടു ഈവൻ ട്രൈസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഫാക്കുൾട്ടേറ്റീവ് അനേറോബ്സ് ആണെങ്കിൽ അവ യൂഷ്വലി എയ്റോബ്സ് ആണ്. അവയ്ക്ക് ബോത്ത് എയ്റോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷൻസിൽ ഗ്രോ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, അതിന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അതിനിപ്പോൾ ഓക്സിജൻ വേണമെന്നോ ഓക്സിജൻ വേണ്ട എന്നോ ഇല്ല. പിന്നെ മോസ്റ്റ് ബാക്ടീരിയ ഓഫ് മെഡിക്കൽ ഇമ്പോർട്ടൻസ് ആർ ഫാക്കുൾട്ടേറ്റീവ് അനേറോബ്സ്. അപ്പം മെഡിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളെല്ലാം ഫാക്കുൾട്ടേറ്റീവ് അനേറോബ്സുകളായിരിക്കും. ഈ എക്സാമ്പിളായിട്ട് പറയുന്നത് എൻഡറോ ബാക്ടീരിയേസിയെ. മൈക്രോ എയ്റോഫിൽസ് that grow best in oxygen less than that present in the air. ഇതിൽ എക്സാമ്പിൾ വരുന്നത് കാമ്പൈലോബാക്ടർ ആണ്. ബാക്ടീരിയകൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഒരു എൻവറോൺമെൻറ്റിൽ ഗ്രോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം ബാക്ടീരിയകളെ കാർബോക്സിഫിലിക് അല്ലെങ്കിൽ ക്യാപ്നോഫിലിക് ബാക്ടീരിയാസ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ബ്രൂസെല്ല അബോർട്ടസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മൊബിലിറ്റി. അപ്പോൾ അതിൽ വരുന്നതാണ് മോട്ടൈൽ ബാക്ടീരിയകളും നോൺ മോട്ടൈൽ ബാക്ടീരിയകളും. മോട്ടൈൽ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് ഈക്കോളൈ, വിബ്രിയോ എക്സെട്ര. ദെൻ നോൺ മോട്ടൈൽ ആണെങ്കിൽ ക്ലബ്സിയല്ല, സ്റ്റെഫൈലോകോക്കിയൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ബാക്ടീരിയൽ സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് 2 ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. പ്രോകാരിയോട്സ്, അതായത് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗിയാണ് അതിൽ വരുന്നത്. പിന്നെ യൂക്കാരിയോട്സ് ആണ്, ഫഞ്ചൈ, പാരസൈറ്റ്, അതർ ആൽഗീസൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് നെയ്തർ പ്രോകാരിയോട്ടോ അല്ലെങ്കിൽ യൂക്കാരിയോട്ടോ ആയിരിക്കാം, ആസ് ദേ ലാക്ക് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് തിങ്സ് എക്സെപ്റ്റ് റെപ്ലിക്കേഷൻ. സ്ട്രക്ചർ. പ്രോകാരിയോട്ടിക് സെല്ലിൽ ഒരു സിമ്പിൾ ജനറ്റിക് സ്ട്രക്ചേഴ്സ്, എൻസൈംസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഈസ് ഡിവൈഡഡ് ബൈ ബൈനറി ഫിഷൻ ആൻഡ് നോട്ട് ത്രൂ മൈറ്റോസിസ്. മൈറ്റോസിസ് വഴിയല്ല അവർക്ക് ഡിവിഷൻ നടക്കുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ഈ ബാക്ടീരിയാസ് എല്ലാം വരുന്നത് എമംഗ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ പ്രോകാരിയോട്സിലാണ്. അതുപോലെ ബാക്ടീരിയ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൽ വിത്ത് സിമ്പിൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ. കൂടാതെ ഇതിനൊരു സിംഗിൾ ലൂപ്പ് ഓഫ് DNA ഉണ്ടായിരിക്കും ആൻഡ് ഇൻ എ ട്വിസ്റ്റഡ് ത്രെഡ് ലൈക്ക് മാസ് കോൾഡ് ദ ന്യൂക്ലിയോയിഡ്. ചില ബാക്ടീരിയകൾക്കാണെങ്കിൽ ഒരു എക്സ്ട്രാ സർക്കിൾ ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ
പ്ലാസ്മിഡ് എന്ന് പറയുന്നു. പ്ലാസ്മിഡ് ദാറ്റ് മേക്ക് ദ ബാക്ടീരിയം റെസിസ്റ്റൻറ്റ് ടു എ സെർട്ടൈൻ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ പ്ലാസ്മിഡുകൾ ഈ ഒരു ബാക്ടീരിയത്തിനെ എന്താക്കുന്നു, റെസിസ്റ്റൻ്റ് ആക്കി മാറ്റുന്നു. ചില സെർട്ടൈൻ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിനോട് അത് റെസിസ്റ്റൻ്റ് ആക്കി മാറ്റുന്നു. ടിപ്പിക്കലി ഒരു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഹാവ് ഫ്യൂ മൈക്രോമീറ്റേഴ്സ് ഇൻ ലെങ്ത് ആൻഡ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ മൈക്രോസ്കോപ്പ്. ഇനി ബാക്ടീരിയൽ സെല്ലുകൾ എന്ന് പറയുമ്പോൾ ജനറലി അതിനെ സറൗണ്ട് ചെയ്തിട്ട് 2 പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടായിരിക്കും. ഒരു ഔട്ടർ സെൽ വോളും അതുപോലെ ഒരു ഇന്നർ സെൽ മെംബ്രെയിനും ഉണ്ടായിരിക്കും. ചില ബാക്ടീരിയകളാണെങ്കിൽ ഇതിന് ഒരു 3rd ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും ഉണ്ടായിരിക്കാം. അതിനെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. പിന്നെ ഈ സെൽ വോൾ എന്ന് പറയുമ്പോൾ ദാറ്റ് കണ്ടെയ്ൻ പെപ്റ്റിഡോഗ്ലൈക്കോൺ ആൻഡ് അതർ കമ്പോണൻസ്, അതാണ് അവയുടെ ആ ഒരു പാത്തോജനിസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ സെൽ വോൾ എന്ന് പറയുന്നത് ആ ഒരു സെല്ലിനെ ടോക്സിക് സബ്സ്റ്റൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആൻഡ് ഇസ് ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് സെവറൽ ആൻറ്റിബയോട്ടിക്സ്. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എൻക്ലോസസ് ദ സൈറ്റോപ്ലാസം. പ്ലാസ്മ മെംബ്രെയിൻ സൈറ്റോപ്ലാസത്തിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് വരുന്നത്. ബാക്ടീരിയൽ ക്യാപ്സ്യൂൾസ് ഈസ് എ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെയറാണ് ദാറ്റ് ഈസ് നോട്ട് ഈസിലി വാഷ്ഡ് ഓഫ്. പിന്നെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ചില ബാക്ടീരിയകളിലാണ് അത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓവർ ദ ക്യാപ്സ്യൂളായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ സ്ലൈം എന്നാണ് പറയുന്നത്. ഈ ഒരു ക്യാപ്സ്യൂളുകളും അതുപോലെ തന്നെ ഈ ഒരു സ്ലൈം ലെയേഴ്സും യൂഷ്വലി അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് പോളിസാക്കറൈഡ്സ് കൊണ്ടാണ്. പിന്നെ ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ബാക്ടീരിയയ്ക്ക് ഒരു പ്രൊട്ടക്ഷനാണ് നൽകുന്നത്. അതുപോലെ ഇത് ആൻറ്റിജനിക് ആണ്. മാത്രമല്ല അതിന് ഒരു മച്ച് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ദെൻ ഈ ഒരു ബാക്ടീരിയൽ ബാക്ടീരിയയുടെ സർഫസിൽ നിന്നും ഉള്ള എക്സ്റ്റൻഷൻസിനെയാണ് നമ്മൾ ഫ്ലെജല്ല അല്ലെങ്കിൽ പിലി എന്ന് പറയുന്നത്. ഫ്ലെജല്ല എന്ന് പറയുന്നത് ഒരു ഓർഗനാണ്, അതായത് ലോക്കോമോഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഗനാണ് ഈ ഒരു ഫ്ലെജല്ല എന്ന് പറയുന്നത്. ആൻഡ് ദ ഫങ്ഷൻ ഓഫ് പെലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിംബ്രിയ എന്ന് പറയുന്നത് അഡ്ഹേഷൻ ഓർ അറ്റാച്ച്മെൻറ്റ്, അതിനെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ളത് ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അഡ്ഹേഷൻ, അതാണ് ഈ ഒരു ഫിംബ്രിയയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മോസ്റ്റ് മോട്ടൈൽ ബാക്ടീരിയകൾ മോട്ടൈലായിട്ടുള്ള ബാക്ടീരിയകൾ മൂവ് ചെയ്യുന്നത് ഫ്ലജല്ല യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ബാക്ടീരിയൽ സ്പീഷീസ് ഓഫൺ ഡിഫർ ഇൻ ദെയർ ഫ്ലജല്ല ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ മെനി ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനും ഷോർട്ടായിട്ടുള്ള ഫൈനായിട്ടുള്ള ഹെയർ ലൈക്ക് ആയിട്ടുള്ളൊരു അപ്പൻഡേജസ് ഉണ്ടായിരിക്കും. തിന്നർ ദാൻ ഫ്ലജലേക്കാളും തിന്നറായിട്ടാണ് ഉണ്ടായിരിക്കുക. അതിനെയാണ് ഫിംബ്രിയ എന്ന് വിളിക്കുന്നത് കേട്ടോ. വിച്ച് ആർ നോട്ട് ഇൻവോൾവ് ഇൻ മോട്ടിലിറ്റി, അത് മോട്ടിലിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ദെൻ ബാക്ടീരിയ ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ്. ബാക്ടീരിയയ്ക്ക് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലൈസ് ഉണ്ടായിരിക്കില്ല. ലൈക്ക് യൂക്കാരിയോട്ടിക് സെൽസിനെ പോലെ ബാക്ടീരിയയിൽ റൈബോസോംസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. റൈബോസോംസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് ആർ ദ സെൻറ്റേഴ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ഒരു റൈബോസോം എന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകളിൽ ക്യാൻ ഫോം എ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ഡോർമൻ സ്ട്രക്ചേഴ്സ് അത് ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. എൻഡോസ്പോർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു വെജിറ്റേറ്റീവ് ബാക്ടീരിയൽ സെല്ലിലാണിത് ഡെവലപ്പ് ചെയ്യുന്നത്. ലൈക്ക് ബാസിലസ്, ക്ലോസ്ട്രീഡിയം ഇവയിലൊക്കെയാണ് ഈ ഒരു എൻഡോസ്പോർ ഉള്ളത് കേട്ടോ. ദീസ് ആർ റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ്. അപ്പോൾ ഈ എൻഡോസ്പോർ എന്ന് പറയുന്നത് ഹീറ്റിനോടും UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷനോടും ഗാമ റേഡിയേഷൻ, കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ആൻഡ് ഡെസിക്കേഷൻ ഇതിനോടൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവയാണ് ഈ ഒരു എൻഡോസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ആ ഒരു റെസിസ്റ്റൻസ് മൂലം തന്നെ ഇതിലുള്ള ഒത്തിരി സ്പീഷീസ് ഓഫ് എൻഡോസ്പോർ ഫോമിംഗ് ബാക്ടീരിയ എന്ന് പറയുന്നത് പാത്തോജൻസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എക്സെട്ര ഇവയ്ക്ക് പാത്തോജൻസിന് എക്സാമ്പിളാണ്. സൈറ്റോപ്ലാസം മാട്രിക്സിൽ വെറൈറ്റി ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസും അതുപോലെ തന്നെ ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് മെറ്റീരിയൽസ് കൊണ്ടുള്ള ഗ്രാന്യൂൾസും എല്ലാം പ്രസൻ്റ് ആയിരിക്കും. ദീസ് ബോഡീസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറേജ്. ഇവ ഈ സ്റ്റോറേജ് ആയിട്ടാണ് ഇവ ആക്ട് ചെയ്യുന്നത്. ആൻഡ് മെനി ബാക്ടീരിയ സ്റ്റോർ ഫോസ്ഫേറ്റ്. ഒത്തിരി ബാക്ടീരിയകൾ ഫോസ്ഫേറ്റിനെ പോളിഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ വോളുട്ടിൻ ഗ്രാന്യൂൾസിൻ്റെ ഫോമിലാണ് ഫോസ്ഫേറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു ബാക്ടീരിയയുടെ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. റൈബോസോം, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോയിഡ്, പീലി, പ്ലാസ്മിഡ്, ഇൻക്ലൂഷൻ ബോഡീസ്, ഫ്ലജെല്ലം, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന്, ഇതിൻ്റെ ക്യാപ്സ്യൂൾ വരുന്നതും സെൽ വോള്, ഇതെല്ലാം നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ വ്യക്തമായി തന്നെ കാണാനായിട്ട് പറ്റുന്നതാണ്.
അടുത്ത ക്ലാസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ആണ്. അതിൽ നമുക്ക് ഡിറ്റക്ഷൻ മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാനുള്ളതുണ്ട്. അതിൽ തന്നെ കുറേ മെത്തേഡുകളൊക്കെ വരുന്നുണ്ട്. ഇൻവിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് എടുക്കുന്നതാണ്.